നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം സെപ്റ്റംബർ 5-ാം തീയതി ഒക്ടോബർ 23-ാം തീയതിയുമായിട്ട് കോർപ്പറേഷൻ്റെ 2 എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 5-നുള്ളത് ഏതാണ്? നമ്മുടെ ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻസ്പെക്ടറിൻ്റെ. പിന്നെ ഒക്ടോബർ 23-ന് കേരള ബാങ്കിൻ്റെ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യറാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സിലബസ് കണ്ടു കാണും. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഓൾറെഡി സിലബസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ആവാത്തവരുണ്ടെങ്കിൽ ജോയിൻ ആവുക കേട്ടോ. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം ഈ 2 ഡേറ്റിലുള്ള എക്സാമിന് സിലബസ് സെയിം ആണ്. സിലബസ് ഓൾറെഡി നമ്മൾ ഈ ചാനലിൽ തന്നെ തൊട്ട് മുമ്പ് ജൂനിയർ ഇൻസ്പെക്ടറിൻ്റെ സിലബസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിലബസ് ഇതിൽ പറയുന്നില്ല. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ജൂനിയർ ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ട് പഠിക്കുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ 5 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇനി ഒരു മാസമാണുള്ളത്. അതിനുള്ളിൽ എങ്ങനെയൊക്കെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ എത്ര ടോട്ടൽ മൊഡ്യൂൾസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ നിന്ന് എത്രയാണ്? 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് എത്രയാണ്? 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് 9 മൊഡ്യൂളാണ്, 9 മൊഡ്യൂളായിട്ട്. പിന്നെ നമുക്കുള്ളത് ബാങ്കിങ് ഉണ്ട്. ബാങ്കിങ്ങിൽ നിന്ന് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഏതിൽ നിന്നുള്ളത്? ബാങ്കിങ്ങിൽ നിന്നുള്ളത്. അവിടെ 10 മൊഡ്യൂൾസ് വരുന്നുണ്ട്, 10 മൊഡ്യൂൾസ്. പിന്നെ ഉള്ളത് IT ആണ്, IT ആൻഡ് സൈബർ ലോയിൽ നമുക്ക് 10 മാർക്കാണുള്ളത്. ഈ IT ആൻഡ് സൈബർ ലോ നമ്മൾ സാധാരണ എല്ലാ എക്സാമിനും PSCയുടെ എക്സാമിന് പഠിക്കുന്ന പോലെ തന്നെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഡിവൈസ്, സൈബർ ക്രൈം, സൈബർ ലോസ് ഒക്കെയാണ്. അപ്പോൾ IT പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. IT ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുക കേട്ടോ. 10 മാർക്കാണ് ITക്കുള്ളത്. പക്ഷേ നമ്മൾ എല്ലാ എക്സാമും ഇപ്പം ഇതല്ലാതെ എല്ലാ എക്സാമും എഴുതുന്നവർക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ IT ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കിട്ടും. ഒന്നും കൂടി നിങ്ങളത് അറിയാലോ എന്ന് വെച്ച് പഠിക്കാതിരിക്കരുത് കേട്ടോ. നിങ്ങളൊന്നും കൂടി പഠിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു കോർപ്പറേഷനായി റിലേറ്റ് ചെയ്തിട്ട് 50 മാർക്ക് അല്ലേ? കോർപ്പറേഷനായി റിലേറ്റ് ചെയ്ത് 50 മാർക്ക് 9 മൊഡ്യൂളും ബാങ്കിങ്ങായി റിലേറ്റ് ചെയ്തിട്ടുള്ള 40 മാർക്ക് 10 മൊഡ്യൂളിൽ നിന്നുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അതിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ ഈ 2 എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ MCQ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ IT നമ്മൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ബാക്കി 19 മൊഡ്യൂൾസ് അല്ലെങ്കിൽ കോർപ്പറേഷനും ബാങ്കിങ്ങും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള MCQ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 19 മൊഡ്യൂൾസ് ഏകദേശം 1000 ക്വസ്റ്റ്യൻസ് വീതമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ടെലഗ്രാമിൽ PDF ആയിട്ടാണ്. അപ്പോൾ ഫീസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെലഗ്രാം ചാനലിൽ 250 രൂപയാണ്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് പഠിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ഓരോ ദിവസവും കുറച്ച് കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടില്ല, നമ്മുടെ സിലബസ് കൊടുത്തിട്ടില്ല കേട്ടോ. ഞാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കോർപ്പറേഷൻ ആൻഡ് അതർ ഇക്കണോമിക് സിസ്റ്റമാണ്. അപ്പോൾ അതർ ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിലേതൊക്കെ വരുന്നുണ്ട്? ക്യാപിറ്റലിസം, സോഷ്യലിസം, പിന്നെ കമ്മ്യൂണിസം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പാർട്ട്ണർഷിപ്പ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, പിന്നെ ഒരു കോർപ്പറേറ്റീവ് കോമൺ വെൽത്ത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ടോട്ടലായിട്ട് ഓരോ ആ മൊഡ്യൂളിലെ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്ന് എടുത്ത് പറയുകയല്ല, ടോട്ടലായിട്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ട് പിന്നെ അതിൽ നിന്ന് MCQ ഇത്ര ക്വസ്റ്റ്യൻസ് MCQ തരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് നമ്മൾ ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത്, യൂട്യൂബിലാണ്. MCQ പെയ്ഡ് MCQ ആണ്. അത് ക്യാഷ് തന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സും കാണാം. ക്ലാസ് കണ്ട് കഴിഞ്ഞിട്ട് MCQ അറ്റൻഡ് ചെയ്യാനും സാധിക്കുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത് കേട്ടോ. ഇനി വേറൊരു കാര്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ജൂനിയർ ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ട് ഒരു മാസം അല്ലേ? സെപ്റ്റംബർ 5 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മാസമേ ഉള്ളൂ കഷ്ടി. അപ്പോൾ അതിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തൊട്ട് മുമ്പത്തെ ഇപ്പോൾ കേര ഫെഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ ഉണ്ടായല്ലോ, അങ്ങനെ കോർപ്പറേഷനായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തിയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇത് നമ്മുടെ കേര ഫെഡ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കൂടാതെ തന്നെ കേര ഫെഡിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെ ഈ ചാനലിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളും കൂടി നിങ്ങൾ കാണുക കേട്ടോ. നോക്കാം, ഇത് അസിസ്റ്റൻറ്റ് കേട്ടോ, കേര ഫെഡ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് ഇത് ഇവിടെയുണ്ട്, 44/24.
2024. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ PSC സൈറ്റിൽ കയറിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഫൈനൽ ആൻസർ കീ, പ്രൊവിഷണൽ അല്ല, ഫൈനൽ ആൻസർ കീ എടുത്ത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും. നോക്കാം നമുക്ക്. ഇത് ടോട്ടലി കെരാഫെഡിൻ്റെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മുടെ സിലബസ് ആയിട്ട് കേട്ടോ. കെരാഫെഡിൻ്റെ സിലബസ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ICA എന്ന് പറയുന്നത് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ICA, പിന്നെ കാർവേ കമ്മിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ICA ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Arrange the milestones in the history of ICA in the correct chronological order. Milestones of the ICA എങ്ങനെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ. ഇപ്പോൾ ICAയുടെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ കറക്റ്റ് മൈൽസ്റ്റോൺസ് ഇൻ ICA's ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അവർ തന്നെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ICA എന്താണ്, ICAയുടെ കാര്യങ്ങൾ എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ICAയുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ BCom പഠിച്ചതോ അല്ലെങ്കിൽ HDC JDC അങ്ങനെയുള്ള പഠിച്ച ടെക്സ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടെക്സ്റ്റ് എടുക്കുക, എന്താണ് ICA എന്നുള്ളത് വായിച്ച് നോക്കുക. അതിൻ്റെ ഹിസ്റ്ററി ആയിട്ട് അല്ലെങ്കിൽ ആ മൈൽ സ്റ്റോൺ ആയിട്ട് തിരിച്ച് ഇന്ന വർഷം എന്ന് പറഞ്ഞ് നമ്മുടെ ടെക്സ്റ്റിലുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് ടെക്സ്റ്റിലില്ലെങ്കിൽ നേരെ ഗൂഗിൾ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടെല്ലാം കിട്ടും. ICA എന്താണ്, ICA എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ICA പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സാധിക്കും. അത്രയും സമയമില്ലാത്തവരെന്ത് ചെയ്യുക, ഈ ക്ലാസ് കാണുക. ഇതിൽ ഞാൻ പറയുന്നുണ്ട്, ഈ ക്ലാസ് കാണുക. ഇതിൻ്റെ ഒപ്പം തന്നെ MCQ വേണമെന്നുള്ളവർ എന്നോട് പറയുക. നമ്മുടെ ടെലഗ്രാമിൽ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ടെലഗ്രാമിൽ ഓൾറെഡി ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ICAയുടെ ഫുൾ ഫോം എന്താണ് ICAയുടെ ഫുൾ ഫോം? ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് അല്ലേ. ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്ന് പറയുന്നതാണ് ICAയുടെ ഫുൾ ഫോം. നമ്മൾ ICA എന്താണെന്നല്ല ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ് ആ മൈൽ സ്റ്റോൺസ് ആണ്, ആ ഇയേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ. അറേഞ്ച് ദ മൈൽ സ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ICA ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, ആദ്യം കൊടുത്തിരിക്കുന്നത് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂഡ്. പിന്നെയോ ICA കൺഫേംസ് ഇറ്റ്സ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ദെൻ ICA മൂവ്സ് ടു ജനീവ. UN ഗ്രാൻസ് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ടു ICA. 4 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ നമുക്ക് ആക്കാൻ സാധിക്കുന്നത്? നമുക്കതിന് മുമ്പ് എന്ത് ചെയ്യണം? അതിന് മുമ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം 1895 1895 ഫസ്റ്റ് ICA കോൺഗ്രസ് എവിടെ? ലണ്ടനിൽ കേട്ടോ. ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ഇൻ എവിടെ? ലണ്ടനിലാണ് അത് ഹെൽഡ് ചെയ്തത്. ഓർത്തു വയ്ക്കുക. ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ്. ഓക്കെ, എവിടെയാണത്? ലണ്ടനിലാണ് അത് നടന്നത്. ഇനി ഡേറ്റ് ചോദിക്കുവാണെങ്കിൽ 1895 ഓഗസ്റ്റ് 19. ഓക്കെ, ഓഗസ്റ്റ് 19. അപ്പോൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഫസ്റ്റ് ICA കോൺഗ്രസ് എവിടെ? ഇൻ ലണ്ടൻ. ഫസ്റ്റ് ICA കോൺഗ്രസ് ഇൻ ലണ്ടൻ 1895 ഓക്കെ ആണല്ലോ. ഇനി അടുത്ത വർഷം ഏതാണ്? 1896 തൊട്ടടുത്ത വർഷം എന്ത് സംഭവിച്ചു? ICA കൺഫേംസ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ICA confirms political neutrality in 1896. 1896 എന്ത് നടന്നത്? സെക്കൻഡ് ICA കോൺഗ്രസ് നടന്നത്. അപ്പോൾ അന്നാണ് എന്ത് ചെയ്തത്? പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി കൺഫേം ചെയ്തത്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ICA കൺഫേംസ് ഇറ്റ്സ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ബി ഓപ്ഷൻ നോക്കിയേ. അപ്പോൾ ഏതാണ് അതിൻ്റെ വർഷം എന്ന് നമുക്കിപ്പോൾ ഇവിടെ നോട്ട് ചെയ്താലോ? 1896. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ് ഞാൻ പറയുന്നത്, അല്ലാത്ത നമ്മുടെ സൈറ്റിൽ കയറി കിട്ടും. അടുത്തത് 1923. 1923 എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ഡേ. ഇതാണ് ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ഡേ.
ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡേ എന്നാണ് 1923 കേട്ടോ. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡേ 1923. അത് ഫസ്റ്റ് സാറ്റർഡേ ഇൻ ജൂലൈയിലെ ആദ്യത്തെ സാറ്റർഡേ ആണ്. ഇനി 1937 വരുമ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അമെൻഡഡ്. പ്രിൻസിപ്പിൾ എന്ത് ചെയ്തു? അമെൻഡ് ചെയ്തു. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അമെൻഡഡ് അറ്റ് ICA's 15th വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഇൻ പാരീസ്. 15ാമത്തെ വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് എവിടെ നടന്നതാണ്? പാരീസിൽ നടന്ന 15ാമത് കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തു? അമെൻഡ് ചെയ്തു. ഏത് വർഷം അമെൻഡ് ചെയ്തത്? 1937. നമുക്കൊന്ന് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നോക്കേ, ആദ്യത്തെ എ ഓപ്ഷൻ എന്താണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂഡ് എന്നാണത്? 1937. അടുത്ത ഇമ്പോർട്ടൻ്റ് വർഷം 1946. 1946 എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ UN റെക്കഗ്നിഷൻ എന്നാണ്. 1946 UN റെക്കഗ്നിഷൻ. ഇവിടെയാണ് ഈ കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ഉണ്ടായത്. ഓക്കെ, വൺ ഓഫ് ദ ഫസ്റ്റ് 3 നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ് ടു ബി ഗ്രാൻഡഡ് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് വിത്ത് ദ UN. കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് എന്നാണ് കിട്ടിയത്? 1946. 1946. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടി പോവാം. ഓപ്ഷൻ ഡി എന്താ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. UN grants consultative status to ICA എന്നാണ് വർഷം? 1946. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ഡേറ്റ് 1966. 1966 പ്രിൻസിപ്പിൾസ് അമെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ICAയുടെ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തു? അമെൻഡ് ചെയ്തു. പ്രിൻസിപ്പിൾസ് അമെൻഡഡ്. ഇത് രണ്ടാമത്തെ ടൈമാണ് മോഡിഫൈ ചെയ്യുന്നത്. 1966 രണ്ടാമത്തെ ടൈമാണ് മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആറാമത്തെ പ്രിൻസിപ്പിളായ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ള പ്രിൻസിപ്പിൾ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അത് 1966. അപ്പോൾ രണ്ടെണ്ണം ഓർത്ത് വയ്ക്കണം കേട്ടോ. 1937 ഏറ്റവും ആദ്യത്തെ നമ്മൾ കണ്ടു. പിന്നെയോ രണ്ടാമത്തേതാണ് മോഡിഫൈഡ് ഫോർ ദ സെക്കൻഡ് ടൈം ആണെങ്കിലും പിന്നെ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് പ്രിൻസിപ്പിൾ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്. ആ പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷമാണെന്ന് ചോദിച്ചാലും ഏത് പറയാം? 1966 പറയാം. അടുത്ത 1982. 1982 എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അഡ്രസ്സ് അവർ ചേഞ്ച് ചെയ്തു. അവരുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ ആയിരുന്നു ആദ്യം അല്ലേ? പിന്നെ അത് എവിടേക്ക് മാറി? ജനീവയിലേക്ക് മാറി. ജനീവ എവിടെയാണ്? സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ അത് 1982 അവരവരുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അല്ലെങ്കിൽ ICA മൂവ്സ് ടു എവിടേക്ക്? ജനീവ ഫ്രം ലണ്ടൻ. ജനീവയിലേക്ക് മാറി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? മൂന്നാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? ICA മൂവ്സ് ടു ജനീവ. വർഷം ഏതാ? 1982. അപ്പോൾ 4 വർഷവും നമുക്കിവിടെ കിട്ടി. 1982. ഇനി നമുക്ക് നേരെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും നോക്കാം. ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും? ICA കൺഫേംസ് ഇറ്റ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ബി അല്ലേ ആദ്യം വരുന്നത്? ബി വരുന്നത് 2 എണ്ണേ ഉള്ളൂ, ബാക്കി നമുക്ക് കളയാം. ഇനി അത് കഴിഞ്ഞ് വരുന്നത് ഏതാണ്? എ അല്ലേ വരുന്നത്? അപ്പം തന്നെ നമുക്ക് കിട്ടി, എ ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഏതാണ്? ഡി ആണ് വരുന്നത്. പിന്നെ വരുന്നത് സി. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. BADC എന്ന് പറയുന്നത്. ബാക്കി വർഷവും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ 1982 എന്ത് ചെയ്തു? ലണ്ടനിൽ നിന്ന് ജനീവയിലേക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ അവർ മൂവ് ചെയ്തു. അത് 82 കേട്ടോ. 82. 10 വർഷം കഴിഞ്ഞ് 92 എന്ത് സംഭവിച്ചു? റീജിയണൽ ഓഫീസസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. എവിടെയൊക്കെയാണ്? ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ ആൻഡ് ദി പസഫിക്, പിന്നെ യൂറോപ്പ്. ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു? 1992 4 റീജിയണൽ ഓഫീസസ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി
അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 2009 എടുക്കാം. 2009 ഫസ്റ്റ് വുമൺ പ്രസിഡൻറ്റിനെ ICA ഇലക്ട് ചെയ്ത വർഷം എന്നാണ്. ഫസ്റ്റ് വുമൺ പ്രസിഡൻറ്റ് എന്നാണ് 2009 പേര് ഡെയിം പൗലിൻ ഗ്രീൻ. ഓക്കെ, അത് 2009 ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് ഈ ഡേറ്റ്സ്, ഇതിൽ കൂടുതൽ ഡേറ്റ്സ് നമ്മുടെ സൈറ്റിലുണ്ട്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കുറച്ച് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2009 ICAയിലെ ഫസ്റ്റ് വുമൺ പ്രസിഡൻറ്റ്, ആദ്യത്തെ വുമൺ പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്തത് 2009 പേരെന്താണ്? ഡെയിം പൗലിൻ ഗ്രീൻ എന്നാണ്. ഇനി 2013 അവർ എന്ത് ചെയ്തു? പിന്നെയും സ്ഥലം മാറി. എവിടേക്ക്? ജനീവയിലായിരുന്നത്, ജനീവ സ്വിറ്റ്സർലൻഡ് ആയിരുന്നു. പിന്നെ അവർ ബ്രസൽസിലേക്ക് മാറി. അത് 2013 ഓക്കെ ആണല്ലോ. 2013 ICA മൂവ്സ് ടു ബ്രസൽസിലേക്ക് മാറിയത് എന്നാണ്? 2013 ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, പ്രധാനപ്പെട്ട വർഷങ്ങൾ ഇത്രയെങ്കിലും മിനിമം പഠിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ സൈറ്റിൽ കയറി, ICAയുടെ സൈറ്റ്, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കുറേ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അത് പഠിക്കാൻ പറ്റുന്നവർ അത് പഠിക്കുക. അപ്പോൾ വർഷങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ലണ്ടനിൽ നിന്ന് 82 എവിടേക്ക് മാറി? ജനീവയിലേക്ക് മാറി. പിന്നെ 2013 ജനീവയിൽ നിന്ന് ബ്രസൽസിലേക്ക് മാറി. ആ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ 46 UN റെക്കഗ്നിഷൻ കിട്ടിയത്. പിന്നെ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി 96 ഓക്കെ. ഇത്രയും പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ MCQൻ്റെ കാര്യം, MCQ ആവശ്യമുള്ളവർ ടെലഗ്രാം നോക്കുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾ വൈസ് ടോട്ടലായിട്ടുള്ള ക്ലാസ് നമ്മൾ യൂട്യൂബിലും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്